ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാണ് ഞങ്ങളുടെ ദേശത്തെ അമ്പലം, അതായത് ഞങ്ങളുടെ തട്ടകത്തിലെന്ന് പറയും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭമാസത്തിലാണ് പൂരം. കുംഭമാസം 30-ാം തീയതിയാണ് പൂരം ഉണ്ടാകും, 30-31. അത് 15 ദിവസം മുന്നേ കൂത്തുകൂറയിടൽ ചടങ്ങുണ്ട്. കൂറ ഇട്ടത് അതാ കൊടി തൂങ്ങിയ അതാണ് കൂത്തുകൂറ ഇട്ട്. പിന്നെ ഈ 15 ദിവസം കളമെഴുത്തും കൂത്തും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ തലേ ദിവസത്തെ കാഴ്ചകളും പൂരത്തിൻ്റെ അന്നുള്ളതും ആണ് കാണിക്കാൻ പോകുന്നത്. പൂരത്തിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വള വിൽക്കുന്നവരും കൈനോട്ടക്കാരും ഒക്കെ വരും കേട്ടോ. അങ്ങനെ കൈനോട്ടക്കാർ വന്നപ്പോൾ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് വരും. അതിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തരും അങ്ങനെ കച്ചവടക്കാരും എല്ലാം വന്നുകൊണ്ടിരിക്കും വീട്ടിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് പറമ്പിലെത്തുള്ളൂ. കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെയും ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പൂരത്തലേന്ന് വൈകിട്ട് സന്ധ്യയായിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി തൊഴുകാം. അത് കണ്ടിട്ട് ഇങ്ങനെ അമ്പലത്തിൽ വന്നു. അവിടെ ആകെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കാണ് കാരണം എല്ലാ പ്രദേശത്ത്, അതായത് മീൻസ് ഇവിടെ നിന്ന് പോയവരോട് ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ തലേ ദിവസം വന്നിട്ട് ഈ അമ്പലത്തിൽ തൊഴുകാതിരിക്കില്ല. എത്രയോ പേര് ഇവിടെ വിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട്. അവരും ഇവിടെ വന്നിട്ട് തൊഴുകും. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇന്നും ഇങ്ങനെ ഇവിടെ കച്ചവടക്കാരും വളക്കച്ചവടവും അതും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാർക്കാണ് പേടിച്ചോടോ? ഇപ്പം പേടിച്ചോടണോ? ബോംബെത്തൊക്കെ കാണുമ്പോൾ ഇതൊന്നുമില്ല കേട്ടോ. അതാ പക്ഷെ ഇതൊക്കെ നാട്ടിലൊരു രസം. ഇത്രയേ ഉള്ളൂ. ആർക്കാണ് വള? സ്വപ്ന പറഞ്ഞതാണ് കറുത്ത വള മേടിച്ചോണ്ട്. കറുത്ത വള വേണമെന്ന് അവൾക്ക് ഡാൻസിനാവും അവിടെ കിട്ടുന്നില്ല പറഞ്ഞിട്ടേ. ഓ ശരി. അതൊക്കെ വീട്ടിൽ കൊടുത്തിരുന്നു. അവിടെ ഇതൊക്കെ ഏത് കാലത്തും ഫാഷനായ വളകളൊക്കെ ആൾക്കാർ മോഡല് വള എത്ര ഞാൻ മിത്തൂനൊന്ന് മേടിക്കാന്ന് വിചാരിച്ചു. നന്നായിട്ടില്ലേ? ഞാൻ മിത്തൂന് മേടിക്കാം. അപ്പോൾ ഈ പൂരത്തലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കച്ചവടങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വള മാല, അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം. ഇതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലതരം വളകൾ, കമ്മൽ, മാല, എയർപിന്ന്, ഇതൊക്കെ നല്ല രസം കേട്ടോ. നോക്കിയാൽ ഒരുപാട് ഒരുപാട് ഷോപ്പുകളുണ്ടാവും അടുത്തടുത്തടുത്ത്. അപ്പോൾ ഇതിങ്ങനെ ഈ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും മാലകളും വളരെ പുതിയ ലേറ്റസ്റ്റ് മോഡലുകളിലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോരാ, പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. എങ്ങനെയുണ്ട് പൂരപ്പറമ്പിൽ വന്നാ ഇത് കഴിക്കാതെ പിന്നെ എന്ത് പൂരം? എങ്ങനെയുണ്ട്? ഇളനീരട്ടോ നന്നായിട്ട്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ ഐസ്ക്രീമും സിപ്പപ്പും അങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പാടത്തല്ലേ, ഇതൊരു രസമാണ്. അപ്പോൾ ഇന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞു. അതൊക്കെ മേടിച്ചിങ്ങനെ കഴിഞ്ഞ് വാൽത്തറയിൽ ഇരിക്കുക. ഇതാണ് കൂത്തുമാടെന്ന് പറയും കേട്ടോ. ഇവിടെ ഈ 15 ദിവസം കൂറിട്ടതിന് ശേഷം ഇങ്ങനെ കൂത്തുണ്ടാവും. രാത്രി 12 മണിക്ക് തുടങ്ങും. അതായത് കളമെഴുത്ത് പാട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൂത്താണ്. ഇന്നൊന്നും ആരും കാണാനിരിക്കുന്നില്ല. നല്ല രസമുള്ളതാണിത് ശരിക്കും, പാവക്കൂത്ത്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. രാവിലെ വരെ ഉണ്ടാവും ഇത്, 4 മണി വരെ.
ഇത് കളിച്ചുകൊണ്ടിരിക്കും. ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളിൽ വിളക്ക് കത്തിച്ചിട്ട് ആ പാവക്കൂത്ത് നടന്നുകൊണ്ടിരിക്കും. എന്നാലും 2-3 ആൾക്കാരൊക്കെ കാണാണ്ടാവും. പണ്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് രാവിലെ വരെ ഇരിക്കും. ഇത് ശരിക്കും ഒരു നല്ല കഥ അറിയണം. അതിങ്ങനെ ആ പാവക്കൂത്ത് പറഞ്ഞാൽ അതിലിങ്ങനെ നിഴൽ പോലെ കണ്ടുകൊണ്ടിരിക്കും. സാധനങ്ങളൊക്കെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് കാറ് കുറച്ച് ദൂരെ നിർത്തിയിരിക്കുന്നത്. അവിടേക്ക് ഇങ്ങനെ നടന്നു പോയി. രാത്രി ഇനിയിപ്പോൾ വീട്ടിലേക്ക് നടന്നു ഇതേ പോകാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ കുറച്ച് ദൂരെ ഒരു 100 മീറ്റർ അകലത്തിൽ എല്ലാ പൊരി, 6 നമ്പർ, പിന്നെ നുറുക്ക്, അങ്ങനത്തെ സാധനങ്ങൾ. അതുപോലെ തന്നെ ഇതാണ് ഒരു പ്രധാനം കേട്ടോ. അവിടെ മീൻ കച്ചവടം ഉണ്ടാവും. ഇത് അമ്പലത്തിൽ നിന്ന് കുറച്ച് വിട്ടാണ് കേട്ടോ, അമ്പലത്തിൻ്റെ അടുത്തല്ല. അങ്ങനെ നല്ല എല്ലാ സാധനങ്ങളും, ചട്ടി, കലം, ഇതൊക്കെ ഭയങ്കര രസമാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കാണുകയാണ് ഇതൊക്കെ. പിന്നെ എല്ലാ ആൾക്കാരും ഈ മീൻ വാങ്ങും കേട്ടോ. അതിപ്പോൾ ചില ആൾക്കാരൊന്നും അന്ന് കഴിക്കില്ല, എന്നാലും എല്ലാവരും മീൻ വാങ്ങും. ഇതിപ്പോൾ അവിടെ പിറ്റേ പൂരത്തിന് ആനയ്ക്ക് വെക്കേണ്ട കടമ്പ്, അതിൻ്റെ ഒരു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തവണ. ഇതൊക്കെ തൃശ്ശൂർ പൂരത്തിനാണ് സാധാരണ ഉണ്ടാവുക. നല്ല രസമാണ്. 10-15 ദേശങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ആനകൾ വരും. കുറേ ദേശത്തിൻ്റെ പൂരങ്ങളാണ് കേട്ടോ. 10-12 ദേശത്തിൻ്റെ, അപ്പോൾ 10-12 ആനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്ഥലത്ത് ഇതാണിപ്പോൾ കാണുന്നത്. പിന്നെ പൂരത്തിൻ്റെ അന്ന് രാവിലെ എല്ലാ വീടുകളിലും തറ, വെള്ളവനാട്ടിലൊരു പ്രധാന ഇതാണ് തറ, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിവിടെ വരും, കളിക്കും. അപ്പോൾ ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാ പൂരങ്ങളും ഇങ്ങനെ പോകുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് എല്ലാ വേഷങ്ങളും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം എല്ലാതും കണ്ടു. ഇത് നേരെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടെയാണ്, അപ്പോഴേക്കും വൈകിട്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാവരും അമ്പലത്തിലോട്ട് പോകും. ഇതാണിപ്പോൾ പൂരക്കാഴ്ചകൾ. വേഷങ്ങൾ കെട്ടിയിട്ടും പിന്നെ മറ്റേ ഓരോ വാദ്യങ്ങളും എല്ലാം ഇതിപ്പോൾ പടിക്ക് കൂടെ പോകുന്നു കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും പടിയിൽ നേരെ ഇറങ്ങി നിൽക്കും. ഇത് നല്ലൊരു കാഴ്ചയാണിത്. ഇത്തവണത്തെ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന കേട്ടോ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ എന്ന് പറയും. പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകുന്നതായിരിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാണ് ഇതിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തി അതിനുള്ള സ്ക്വാഡുകളുണ്ട്. ഇത് ഏറ്റവും ഭയങ്കര ആനയാണിത്. അപ്പോൾ കുറച്ച് വയസ്സായിരിക്കണം.
അങ്ങനെ പൂരങ്ങളെല്ലാം ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് 6 മണിയാകുമ്പോഴേക്കും എല്ലാം അമ്പലത്തിൻ്റെ അവിടെ വരും. അപ്പോൾ ഞങ്ങളും അമ്പലത്തിലേക്ക് എല്ലാം നടന്നു വന്നു. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. ഇക്കൊല്ലം സ്വതവേ കുറച്ച് തിരക്ക് കൂടുതലുള്ള എന്നാണ്. നല്ല പണ്ടത്തെക്കാട്ടിലും എത്രയോ ഗംഭീരമായിട്ടാണ് ഇപ്പോൾ പൂരം നടത്തുന്നത്. ഒരുപാട് ഇത്രയും ആനകളൊന്നും പണ്ടില്ല. വളരെ ഗംഭീരമായിട്ടാണ് പൂരം നടത്തുന്നത്. അതായത് അതൊരു രസമായിരുന്നു. ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു രസമാണത്. ആനകളും പല വേഷങ്ങളും, പിന്നെ ഈ മറ്റേ ആ കൊട്ട്, എന്ത് കൊട്ടാന്നിപ്പോൾ ഇതിന് പറയാൻ എനിക്ക് പറ്റുന്നത് കിട്ടില്ല. ഇതൊക്കെയുള്ള ഇപ്പോഴത്തെ പുതിയ ഫാഷൻ. അപ്പോൾ അങ്ങനത്തെ കൊട്ട് നല്ല രസമാണ് കാണാൻ. ഞങ്ങളിപ്പോൾ അമ്പലത്തിലെത്തി. ഇതിപ്പം അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഈ പാടത്ത് കൂടെ ഞങ്ങൾ നടന്നു വരികയാണ്. എല്ലാവരും നടന്നിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറേ ആനകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 ആനയാണ് ദേവസ്വത്തിൻ്റെ ഉള്ളിൽ, അമ്പലത്തിൻ്റെ ഉള്ളിൽ 3 ആന ഉണ്ടാവുള്ളൂ. അതിവിടെ പഞ്ചവാദ്യം ഉണ്ടാവും. ഇതിപ്പോൾ ഓരോ ദേശത്തും വരുന്ന ആനകൾ ഈ പന്തലിൽ വന്നിട്ട് ഒരു ചുറ്റ് അമ്പലം വലം വെച്ചതിന് ശേഷമാണ് തിരിച്ചപ്പോഴേക്കും നേരെ ഇരുട്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ അമ്പലത്തിൻ്റെ സന്ധ്യാവാറായി. അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ നടന്ന് കാണുന്ന ഓരോ കച്ചവടങ്ങളുണ്ട്. നല്ല രസമാണ്. പല വേഷങ്ങൾ വരും. ഇതിപ്പോൾ ഈ 3 ആന എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ പഞ്ചവാദ്യവും മേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചവാദ്യമൊക്കെ നേരത്തെ കഴിയും. അപ്പോൾ ഞങ്ങൾ എത്തിയിരുന്നില്ല. ഇതിപ്പോൾ മേളം നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൽ ഈ 3 ആന അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. വെളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ കോമരം എന്ന് പറയും ചിലവർ. അപ്പോൾ ഇതിങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. മറ്റതൊക്കെ കാണുന്നതൊക്കെ പുറത്താണ്, ഈ മതിലിന് പുറത്താണ് മറ്റാനകളൊക്കെ വരുള്ളൂ. കാരണം ഉള്ളിൽ 3 ആന മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴേക്കും സന്ധ്യയായി. ലൈറ്റ്, കംപ്ലീറ്റ് ലൈറ്റ്. ആ കണി കൊന്നേനെ കേട്ടോ. ആ കാണുന്ന മഞ്ഞ കളറുള്ളത് കൊന്നമരാണ്. അങ്ങനെ വൈകിട്ട് വെടിക്കൊട്ടോടു കൂടിയാണ് പൂരം അവസാനിക്കുക. ഇനിയിപ്പോൾ ഇന്നത്തെ പൂരത്തിൻ്റെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെറിയൊരു വെടിക്കെട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും രാത്രി 8 മണിയായി. കാരണം നേരത്തെ പൊട്ടിക്കാൻ പാടില്ല. 8 മണിയാകുമ്പോഴേക്കും 8 മണിക്കേ പൊട്ടിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിയമം. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാ കൊല്ലവും നല്ലോണം അധികം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എല്ലാവരും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു നല്ല രസമുള്ളൊരു വെടിക്കെട്ട്. അത് കഴിഞ്ഞ് എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു പോയി. വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 9-10 മണിയാവും.